നെക്സ്റ്റ് പോർഷൻ അണ്ടർസ്റ്റാൻഡിങ് DBMS ആർക്കിടെക്ചർ. DBMSൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്നാണ്. എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് നോട്ട് ഓൾവേസ് ഡയറക്ട്ലി അവൈലബിൾ ഫോർ യൂസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ടു ആക്സസ് ആൻഡ് സ്റ്റോർ ഡാറ്റ ഇൻ ഇറ്റ്. അതായത് നമുക്കെല്ലായ്പ്പോഴും ഈ യൂസേഴ്സിന് അതിൽ ഡാറ്റാസ് ആക്സസ് ചെയ്യാനോ അതിലേക്ക് സ്റ്റോർ ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താ ചെയ്യുന്നത്, ഈ ഒരു ആർക്കിടെക്ചറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സെൻട്രലൈസ്ഡും സെക്കൻഡ് വൺ ഡീസെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ എന്നും കൂടെ പറയും. ഇത് സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ സെൻട്രലൈസ്ഡ്? ഓൾ ദ ഡാറ്റ സ്റ്റോർഡ് അറ്റ് വൺ ലൊക്കേഷൻ. അതായത് എല്ലാ ഡാറ്റയും ഒറ്റൊരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ്, മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ഡാറ്റാബേസ് ആണ്. അതായത് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ, ഒന്നിൽ കൂടുതൽ ലൊക്കേഷൻസിൽ ആ ഡാറ്റയുടെ ഒരുപാട് കോപ്പീസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതാണ് ഡീസെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റാണ് ആർക്കിടെക്ചറിൽ വരുന്നതാണ്, മൂന്നെണ്ണമാണ് മെയിനായിട്ടുള്ളത്. 1 ടയർ, 2 ടയർ ആൻഡ് 3 ടയർ ആർക്കിടെക്ചർ. അതിൽ ഫസ്റ്റ് വണ്ണാണ് 1 ടയർ ആർക്കിടെക്ചർ. എന്താണ് 1 ടയർ ആർക്കിടെക്ചർ? The DBMS is only entity where the user directly sits on the DBMS and uses it. അതായത് DBMS is the only entity, നമ്മുടെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് നമ്മുടെ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നതും ഡയറക്റ്റായിട്ട് നമ്മളെ ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അല്ലേ. എനി ചേഞ്ചസ് ഡൺ ഹിയർ വിൽ ഡയറക്റ്റ്ലി ബി ഡൺ ഓൺ ദ DBMS ഇറ്റ് സെൽഫ്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ DBMS സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ ചേഞ്ചസ് വരുത്തുന്നത്. ഓക്കെ, അതായത് ഇതിനു വേണ്ടി ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഹാൻഡി ടൂൾസ് ഫോർ എൻഡ് യൂസേഴ്സ്. നമ്മൾ എൻഡ് യൂസേഴ്സ് ആയിട്ടുള്ള നമ്മൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് ഹാൻഡി ടൂൾസ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ത്രൂ പ്രോഗ്രാമിങ്ങിലൂടെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത്. ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ് നോർമലി പ്രിഫർ ടു യൂസ് സിംഗിൾ ടയർ ആർക്കിടെക്ചർ. അതായത് സാധാരണ നമ്മുടെ ഡാറ്റാബേസ് ഡിസൈനേഴ്സും അതുപോലെ തന്നെ പ്രോഗ്രാമേഴ്സിലും നോർമലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഏതാ? ഈ ഫസ്റ്റ് 1 ടയർ അല്ലെങ്കിൽ 1 ടയർ ആർക്കിടെക്ചറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം നോക്കൂ. ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഫയൽ സെർവർ. നമുക്കറിയാം ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓരോ യൂസേഴ്സും ഓരോ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ ഓരോ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന വിചാരിച്ചോ. ഈ എല്ലാ കമ്പ്യൂട്ടേഴ്സും ആക്സസ് ചെയ്യുന്ന സെയിം ഫയൽ സെർവറാണ്, അല്ലെങ്കിൽ ഒരു സെർവറിൽ നിന്നാണ് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്. ഇവയെല്ലാം കൂടെ ഒറ്റൊരു സിംഗിൾ ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 1 ടയർ ആർക്കിടെക്ചർ എന്ന് പറയാം. ഓക്കെ, ഈ എല്ലാ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ ഒരു സിംഗിൾ ഫയൽ സെർവറും ഇങ്ങനെ ഒരു വ്യൂ ആണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു റെപ്രസെൻറ്റേഷനാണ് 1 ടയർ ആർക്കിടെക്ചർ. ക്ലിയർ ആണോ? അതായത് മെയിൻ സെർവറിൽ നിന്നാണ് നമ്മൾ ഡാറ്റ എടുക്കുന്നത്. ആ എടുക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ടായിരിക്കും. ഇവയെല്ലാം കൂടെ ഒറ്റൊരു ഒരു സർക്കിളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവയെ 1 ടയർ ആർക്കിടെക്ചർ എന്ന് പറയും. ദെൻ 2 ടയർ അവിടെ 1 ടയർ ആയിരുന്നു, ഇവിടെ 2 ടയർ എന്ന് പറയുമ്പോൾ 2 എന്നുള്ളൊരു കൺസെപ്റ്റ് വരണം. ഓക്കെ, അപ്പോൾ 2 എന്ന് പറയുമ്പോൾ ഇറ്റ് മസ്റ്റ് ഹാവ് ആൻ ആപ്ലിക്കേഷൻ ത്രൂ വിച്ച് ദ DBMS ക്യാൻ ബി ആക്സസ്. നമ്മുടെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ വേണ്ടി വരും അല്ലേ. Then programmers use 2 ടയർ architecture where they access the DBMS by means of an application. അത് നേരത്തെ പറഞ്ഞതിന് 2 ടയർ പ്രോഗ്രാമേഴ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ DBMS അല്ലെങ്കിൽ DBMS ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് വഴിയാണ് അതിലുള്ള ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യുന്നത്. ദെൻ here the application tier is entirely independent of the database in terms of operation, design and programming. എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ടയർ ഉണ്ട് ഇതിൽ, അതെന്തിനാ? എൻറ്റയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഓഫ് ദ ഡാറ്റാബേസ് ഇൻ ടേംസ് ഓഫ് ഓപ്പറേഷൻ, ഡിസൈൻ, പ്രോഗ്രാം. ഇൻഡിപെൻഡൻ്റ് ആവാത്തത് എന്തൊക്കെ കാര്യങ്ങളിലാണ്? അതിൻ്റെ ഓപ്പറേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ പ്രോഗ്രാമിങ്.
ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡയഗ്രം നോക്കിക്കേ. ഇവിടെ ക്ലയൻസ് കണ്ടോ, 3 എണ്ണം ഉണ്ട്, ഒരുപാടെണ്ണം വരാം കേട്ടോ. ദെൻ ഇവിടെ കണ്ടോ ഡാറ്റാബേസ്. ഇവരെല്ലാം എന്താ, ഈ ഒരു ഡാറ്റാബേസ്, ഒന്നിൽ കൂടുതൽ ക്ലയൻസ് എന്താ ഒരു ഡാറ്റാബേസിൽ നിന്നാണ് ആ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് അല്ലേ. അതിന് 2 ടയർ ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത് ഈ ഒരു റെപ്രസെൻറ്റേഷനെ. ക്ലിയർ ആണോ? ദെൻ 3 ടയർ ആർക്കിടെക്ചർ. 3 ടയർ ആകുമ്പോൾ 3 ലെയേഴ്സാണ് ഇവിടെ വരുന്നത്. 3 ലെയേഴ്സിൽ എന്തൊക്കെയാണ്? 3 ടയർ ആർക്കിടെക്ചർ സെപ്പറേറ്റ്സ് ഇറ്റ്സ് ടയേഴ്സ് ഫ്രം ഈച്ച് അതർ ബേസ്ഡ് ഓൺ ദ കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി ബേസ് ചെയ്തിട്ട് എന്താ, ഓരോ ടയറും ഓരോ ലെവലാക്കിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആർക്കിടെക്ചർ ഡിസൈൻ ടു ഡിസൈൻ എ DBMS. നമ്മൾ DBMS ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ കൂടിയാണ് ഈ 3 ടയർ ആർക്കിടെക്ചർ. അതിൽ ഫസ്റ്റ് ലെയർ എന്താന്ന് നോക്കാം. അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഈ 3 ടയറിൽ 3 ടയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 3 എണ്ണം ഏതാണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, അറ്റ് ദിസ് ടയർ, ഡാറ്റാബേസ് ടയറാണ്. അറ്റ് ദിസ് ടയർ ദ ഡാറ്റാബേസ് റിസൈഡ്സ് along with its query processing language. ഈ ഡാറ്റാബേസ് ടയറിലാണ് query പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. അതായത് നമ്മൾ ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനും അതിലേക്ക് ഡാറ്റ കൊടുക്കാനും അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിങ്ങും query ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒക്കെ ഈ ഡാറ്റാബേസ് ടയറിലാണ് വരുന്നത്. We also have relations that define the data and their constraints at this level. അതായത് എന്തെങ്കിലും ഡാറ്റ തമ്മിലുള്ള റിലേഷൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും റൂൾസ്, അവർ ആ ഡാറ്റയിൽ അപ്ലൈ ചെയ്യുന്ന റൂൾസ്, അതൊക്കെ ഈ ലെവലിലായിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കുക. ദെൻ ആപ്ലിക്കേഷൻ ഓർ മിഡിൽ ടയർ. ആപ്ലിക്കേഷൻ മിഡിൽ എന്ന് പറയാം, അതെന്താ സെൻറ്ററിലല്ലേ കിടക്കുന്നത്, എന്നാണ് മിഡിൽ ലെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിഡിൽ ടയർ. ഈ ടയറിൽ എന്താണ്, applications reside the application server and the programs that access the database. നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ കണ്ടില്ലേ ഡാറ്റാബേസ് ടയർ, നമ്മളിവിടെ പറഞ്ഞു ഡാറ്റാബേസ് ടയറിൽ നിന്ന് ഡാറ്റ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എവിടെയാണ്, ഈ ആപ്ലിക്കേഷൻ ടയറിലാണ് ഉള്ളത്. ഓക്കെ, ഫോർ എ യൂസർ ദിസ് ആപ്ലിക്കേഷൻ ടയർ പ്രസൻസ് ആൻ അബ്സ്ട്രാക്റ്റ് വ്യൂ ഓഫ് ഡാറ്റാബേസ്. നമുക്കറിയാം ഈ ആപ്ലിക്കേഷൻ ടയറിൽ ഒരു അബ്സ്ട്രാക്റ്റ് വ്യൂ ഓഫ് ഡാറ്റാബേസിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് വ്യൂ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വ്യൂ നമുക്ക് എന്തിൽ കിട്ടും, ഈ ആപ്ലിക്കേഷൻ ടയറിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ആ ഡയഗ്രം നോക്കിയാൽ ടോപ്പിൽ എന്തായിരുന്നു, എൻഡ് യൂസേഴ്സ് ഉണ്ട് അല്ലേ. പ്രസൻറ്റേഷൻ ടയർ എന്ന് പറയുന്നത് അവിടെ നമ്മളെ യൂസേഴ്സാണ് ആ പ്രസൻറ്റേഷൻ ടയറിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ എൻഡ് യൂസേഴ്സിന് unaware of any existence of the database beyond the application. അതായത് ഇതിലൊന്ന് നോക്കൂ, ഡയഗ്രാം നോക്കൂ. ഈ ആപ്ലിക്കേഷൻ ടയർ ഉള്ളത് കൊണ്ട് ഈ പ്രസൻറ്റേഷൻ ടയറിലുള്ള ആളുകൾക്കൊന്നും ഈ ഡാറ്റാബേസ് ടയറിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ ഡാറ്റാബേസ് ടയറിലുള്ള ഇതിന് അറിയാൻ പറ്റില്ല. ഈ പ്രസൻറ്റേഷൻ ടയർ അല്ലെങ്കിൽ എൻഡ് യൂസേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളും ഒന്നും അറിയില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്, അതിൻ്റെ ഇടയിൽ ഒരു ആപ്ലിക്കേഷൻ ടയർ മിഡിലായിട്ട് ഒരു മീഡിയേറ്ററായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ത്രൂ ആപ്ലിക്കേഷൻ ടയറാണ് ഇവർ തമ്മിലുള്ള ഈ ഡാറ്റാബേസ് ടയറിൻ്റെയും പ്രസൻറ്റേഷൻ ടയറിൻ്റെയും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഈ ഡാറ്റാബേസ് ടയറും പ്രസൻറ്റേഷൻ ടയറും അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരസ്പരം അവർക്ക് അറിയില്ല. ഓക്കെ, അതാണ് ഈ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ലാസ്റ്റ് വൺ, യൂസർ ടയർ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ടയർ, ഏറ്റവും ടോപ്പ് ലെയർ. എൻഡ് യൂസേഴ്സ് ഓപ്പറേറ്റ് ഓൺ ദിസ്. പറഞ്ഞു എൻഡ് യൂസേഴ്സ് ആയിട്ടുള്ള നമ്മളാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്കറിയില്ല എന്താണ് ഈ ഡാറ്റാബേസ് ടയറിൽ നടക്കുന്നതെന്നുള്ളത് അവർക്കറിയില്ല. ഈ ലെയറിൽ മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ദി ഡാറ്റാബേസ് ക്യാൻ ബി പ്രൊവൈഡഡ്. അതായത് ഒന്നല്ല അതിൽ കൂടുതൽ എത്രയോ ആളുകൾക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വ്യൂസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ വ്യൂസ് ആർ ജനറേറ്റഡ് ബൈ ആപ്ലിക്കേഷൻസ് ദാറ്റ് റിസൈഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ടയർ. അതായത് എല്ലാ വ്യൂസ് ജനറേറ്റഡ് ബൈ ആപ്ലിക്കേഷൻസ്, അതായത് ആപ്ലിക്കേഷൻ ടയറിലുള്ള ആപ്ലിക്കേഷനാണ് എല്ലാ വ്യൂസും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഓരോ
DBMS ആർക്കിടെക്ചർ പറയുന്നത് ഓരോ ഫസ്റ്റ് ടയർ, സെക്കൻഡ് ടയർ ആൻഡ് തേർഡ് ടയർ. I think all of you clear. Okay, thank you.